PP പെയിന്റ് ഷോറൂമുകളിൽ നിന്നും പെയിന്റ് വാങ്ങൂ, നിങ്ങളുടെ വീടുകൾക്ക് നേടാം 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. PP പെയിന്റ്സിന്റെ ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി എന്നീ ഷോപ്പുകളിൽ നിന്നും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങി 12ഓളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. കൂടുതൽ വിവരങ്ങൾക്ക് PP പെയിന്റ്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ. PP പെയിന്റ്സ്, ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി. ഏവർക്കും PP പെയിന്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മതേതരത്വം തകർക്കാനുള്ള സർക്കാർ നടപടിക്കെതിരെ സംഘടിക്കണമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. ദേശീയ മനുഷ്യാവകാശ സമിതി അംഗത്വ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയിലെ അനുച്ഛേദം 21-ൽ ഏറെക്കുറെ എല്ലാ മനുഷ്യാവകാശങ്ങളും ഉൾപ്പെടുന്നുണ്ടെന്നും ഭരണകർത്താക്കളുടെ അനാസ്ഥ മൂലം മനുഷ്യാവകാശ ധ്വംസനങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പക്ഷേ അതൊക്കെ ഒരുപാട് വിപുലപ്പെടുത്തി. ആർട്ടിക്കിൾ 21, ഒരു കാലത്ത് ആർട്ടിക്കിൾ 14, അതായത് ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് ഉള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വകുപ്പായിട്ട് ഭരണഘടന കണ്ടിരുന്നതെങ്കിൽ അത് മാറി അത് ഇപ്പോൾ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം എന്ന് നമ്മൾ പറയും. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മനുഷ്യാവകാശം എന്ന് നമ്മൾ പറയുന്നത്, ജീവിക്കാനുള്ള അവകാശം. അതിൻ്റെ പരിധിയിൽ ഒരു കാലത്ത് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഈ 3 ഇൻഗ്രീഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മൃഗതുല്യം, അത് ഈ മൃഗത്തിന് വേണ്ടാത്തത് വസ്ത്രം മാത്രമേ ഉള്ളൂ, ബാക്കി 2 മൃഗത്തിന് ആവശ്യമാണ്. ഈ ഒരു അവകാശം മാത്രം ഉണ്ടായിരുന്നത് പിന്നെ വളരെ വിപുലപ്പെടുത്തിയപ്പോൾ അതിൽ 2 ഇൻഗ്രീഡിയൻസ് കൂടെ കടന്നുകൂടി: ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ് യഥാർത്ഥത്തിൽ റൈറ്റ് ടു ലൈഫിനകത്ത് വരുന്നത്. പക്ഷേ അതെല്ലാം വിപുലപ്പെടുത്തി ആരോഗ്യം അതുകൊണ്ട് വിപുലപ്പെടുത്തുമ്പോൾ അതിനകത്ത് നമുക്ക് വരുന്ന എന്താ, പൊല്യൂഷൻ ഫ്രീ, അതായത് മായമില്ലാത്ത നമുക്ക് വെള്ളം കുടിക്കണം, മായമില്ലാത്ത ആഹാരം കഴിക്കണം, മായമില്ലാത്ത വായു ശ്വസിക്കണം. ഇങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളും വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസത്തിൻ്റെത് അത് വിപുലപ്പെടുത്തിയാലും എല്ലാ വിദ്യാഭ്യാസവും എല്ലാവർക്കും കിട്ടണം. ആ രീതിയിൽ അത് പ്രായഭേദമില്ല, ആ രീതിയിലേക്ക് വരുന്നു. അപ്പം റൈറ്റ് ലൈഫ് ഒരുപാട് വികസിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്ത് വന്നാലും റൈറ്റ് ലൈഫിനകത്ത് വരും. ഇപ്പം നമുക്ക് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ തുടങ്ങിയുള്ള ഫണ്ടമെൻ്റൽ ഫ്രീഡം എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 21 കീഴിൽ വരുവായിരുന്നു. കാരണം അത് ഒരു മനുഷ്യൻ്റെ അന്തസ്സുള്ള ജീവിതത്തിന് വേണ്ടതാണ് ഈ ഫണ്ടമെൻ്റൽ ഫ്രീഡം. അപ്പോൾ ബാക്കി നമ്മൾ നോക്കിയാൽ ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും വരുന്നത് ആർട്ടിക്കിൾ 21 റൈറ്റ് ലൈഫിന് കീഴിൽ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ബാക്കി സംസ്ഥാന പ്രസിഡന്റ് ദിലീപ് ചെറിയനാട് അധ്യക്ഷത വഹിച്ചു. ദേശീയ നേതാക്കളായ KA ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, ജോർജ് തോമസ്, പ്രൊഫസർ VA വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കുന്നംപിള്ളി അംഗത്വ വിതരണം നടത്തി. മനുഷ്യാവകാശ സംരക്ഷണവും പ്രതിസന്ധികളും എന്ന വിഷയം VK ശ്രീധരൻ അവതരിപ്പിച്ചു. പ്രൊഫസർ പുന്നക്കൽ നാരായണൻ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനത്തും മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അവിടെ മനുഷ്യാവകാശ സംഘടനകൾ പ്രവർത്തിക്കുന്നത് നിരോധിക്കപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഞങ്ങളുടെ സംഘടന രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ അവർ ഉടനെ തന്നെ ചോദിച്ചിരുന്നത് എന്ത് രൂപീകരിച്ചാണ്. വാസ്തവത്തിൽ അവർ എന്നാ രൂപീകരിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന് സർട്ടിഫിക്കറ്റ് എന്താ അറിയാം, എന്നാ രൂപീകരിച്ചു. ഉടനെ തന്നെ അവർ നോക്കിയിട്ട് പറയാണ് അത് 98 രൂപീകരിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, പുതുക്കാൻ നോക്കും. 4 വർഷത്തിന് മുമ്പാണ് രൂപീകരിച്ചതെന്ന് വെച്ചാൽ ഈ സംഘടന പുതുക്കാൻ പറ്റില്ല. മനുഷ്യാവകാശം എന്ന പേരിലുള്ള സംഘടന കേരളത്തിലും പുതുക്കാൻ പറ്റില്ല. നിയമം അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. അതാണ് പുതിയ നിയമം നടപ്പാക്കുന്നത്. നിങ്ങൾ വേറെ ഏത് സംഘടന ഉണ്ടാക്കിക്കോളൂ. പൗരാവകാശം സംഘടന ഉണ്ടാക്കും, മനുഷ്യാവകാശം സംഘടന ഉണ്ടാക്കും. കാരണം നമ്മുടെ ഭരണകർത്താക്കൾ മനുഷ്യാവകാശ പ്രവർത്തകരെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ കാരണം. കാരണം ജനങ്ങൾ മനുഷ്യാവകാശപരമായി ബോധവാന്മാരായാൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ കോമാളിത്തരങ്ങൾക്ക് ജനങ്ങൾ മനസ്സിലാക്കും. ഇവരെ നിഷ്കാസനം ചെയ്യപ്പെടും, ഭരണകർത്താക്കൾ അനധിവിദൂര ഭാവിയിൽ നിഷ്കാസനം ചെയ്യപ്പെടും എന്നുള്ള ഭീതി മനസ്സിലുള്ളത് കൊണ്ടാണ് അവർ ഇത്തരം നിയമങ്ങളും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ PV രാജൻ, KK ശശിധരൻ, T സുരേഷ്, വെണ്ണിലകുമാരി, ഏലൂർ ഗോപിനാഥൻ, PC റോക്കി, M ബഷീർ, ജോവൽ ചെറിയാൻ, K രജിത് കുമാർ, KH സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു.
ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം